ഋഗ്വേദം ഹിന്ദുമതത്തിലെ ഏറ്റവും പഴയ വിശുദ്ധ ഗ്രന്ഥങ്ങളിൽ ഒന്നാണ് എന്നതിലുപരി വിവിധ ദേവതകൾക്കും പ്രകൃതി ശക്തികൾക്കും വേണ്ടി സമർപ്പിക്കപ്പെട്ട ശ്ലോകങ്ങളുടെ ഒരു ശേഖരം തന്നെ അടങ്ങിയതാണ്. ഋഗ്വേദത്തിൽ നിന്നുള്ള സ്തുതികൾ പരിശോധിക്കാം. അഗ്നി സ്തുതികൾ. ഋഗ്വേദത്തിലെ പല ശ്ലോകങ്ങളും അഗ്നിദേവനായ അഗ്നിക്ക് സമർപ്പിച്ചിരിക്കുന്നു. വൈദിക ആചാരങ്ങളിലെ സുപ്രധാന വ്യക്തിത്വമാണ് അഗ്നി. ഈ ശ്ലോകങ്ങൾ യാഗചടങ്ങുകളിലെ അദ്ദേഹത്തിന്റെ പ്രധാന പങ്കിനെ പ്രശംസിക്കുന്നു. ദേവന്മാരുടെ രാജാവും ഇടിമുഴക്കത്തിന്റെയും മഴയുടെയും ദേവനുമായ ഇന്ദ്രനാണ് ഋഗ്വേദത്തിലെ മറ്റൊരു സുപ്രധാന ദേവൻ. ഇന്ദ്രന് സമർപ്പിക്കുന്ന സ്തുതികൾ പലപ്പോഴും അദ്ദേഹത്തിന്റെ വീരകൃത്യങ്ങളെ ആഘോഷിക്കുന്നു. പ്രത്യേകിച്ചും വൃത്രൻ എന്ന രാക്ഷസനെതിരായ യുദ്ധങ്ങൾ. വരുണ സ്തുതികൾ. പ്രാപഞ്ചിക ക്രമത്തോടും നീതിയോടും ബന്ധപ്പെട്ട ദൈവമാണ് വരുണൻ. വരുണനോടുള്ള സ്തുതികൾ അദ്ദേഹത്തിന്റെ പാപമോചനവും മാർഗനിർദ്ദേശവും തേടുകയും ധാർമ്മികവും സത്യസന്ധവുമായ പെരുമാറ്റത്തിന് ഊന്നൽ നൽകുകയും ചെയ്യുന്നു. സൂര്യസ്തുതികൾ. ജീവൻ നൽകുന്നതും പ്രകാശിപ്പിക്കുന്നതുമായ ഗുണങ്ങൾക്കായി ആഘോഷിക്കപ്പെടുന്ന സൂര്യദേവനായ സൂര്യന് സമർപ്പിച്ചിരിക്കുന്ന ശ്ലോകങ്ങൾ സൂര്യസ്തുതികളിൽ അടങ്ങിയിരിക്കുന്നു. ആശാവേദന സ്തുതികൾ. ഈ സ്തുതികൾ പ്രപഞ്ചക്രമത്തെയും സത്യത്തെയും പ്രതിനിധീകരിക്കുന്ന ആശ എന്ന ആശയത്തിൽ കേന്ദ്രീകരിച്ചിരിക്കുന്നു. വൈദിക സമൂഹത്തിൽ ഉയർത്തിപ്പിടിച്ച ധാർമ്മികവും സത്യസന്ധവുമായ തത്വങ്ങളെ അവ പ്രതിഫലിപ്പിക്കുന്നു. സൃഷ്ടിസ്തുതികൾ. ഋഗ്വേദത്തിലെ ചില ശ്ലോകങ്ങൾ പ്രപഞ്ചത്തിന്റെ ഉത്ഭവവും സൃഷ്ടിയുടെ ആശയവും പരിവേഷണം ചെയ്യുന്നു. ഈ സ്തുതികൾ അസ്തിത്വത്തിന്റെ നിഗൂഢതകളെക്കുറിച്ചും സൃഷ്ടികളുടെ ഉത്തരവാദികളായ ദൈവിക ശക്തികളെക്കുറിച്ചും ചിന്തിക്കുന്നു. രുദ്രസ്തുതികൾ. കഠിനനും ചിലപ്പോൾ ദയയുള്ളവനുമായ ഒരു ദേവനാണ് രുദ്രൻ. അദ്ദേഹത്തിന്റെ അനുഗ്രഹവും രോഗങ്ങളിൽ നിന്നും ദോഷങ്ങളിൽ നിന്നും സംരക്ഷണവും തേടുന്ന സ്തുതികളാൽ ആവാഹിക്കപ്പെട്ടിരിക്കുന്നു. വിശ്വദേവന്മാരുടെ കീർത്തനങ്ങൾ. ഈ സ്തുതികൾ പ്രപഞ്ചത്തെ ഭരിക്കുന്ന ദിവ്യശക്തികളെ പ്രതിനിധീകരിക്കുന്നു. വിശ്വദേവന്മാർ എന്ന എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ദൈവങ്ങൾക്ക് സമർപ്പിക്കപ്പെട്ടതാണിത്.